ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ടെസ്റ്റിന് എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. എങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ അകത്ത് ടെസ്റ്റിന് ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോക്കിന് എങ്ങനെ ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള പലർക്കും ഉള്ളൊരു സംശയമാണ്. നമുക്കത് അതിനൊരു ടെസ്റ്റ് ഞാൻ ഇല്ലുസ്ട്രേറ്ററിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഗ്രേഡിയൻറ്റ് കൊടുത്താൽ കാണാനായിട്ട് ഞാൻ ഇച്ചിരി വലിപ്പമുള്ള ഫോണ്ട് കൊടുക്കുകയാണ്. ഇമ്പാക്റ്റ് കൊടുക്കും. സൈസെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഗ്രേഡിയൻറ്റ് കൊടുത്താൽ കാണാനായിട്ടാണ് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് കൊടുത്തത്. ഓക്കെ, നമുക്ക് നോർമലി ഫിൽ കളർ ഉപയോഗിച്ച് ഇതിനകത്ത് ഒരു കളർ കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രോക്കിനും അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ കളറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് അപ്ലൈ ആവുന്നതെന്നാണ് നോക്കുന്നത്. നമുക്ക് നോർമലി ഇതിനകത്ത് ഗ്രേഡിയൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് കളറായ ബ്ലാക്കിലേക്ക് പോകത്തേ ഉള്ളൂ. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഗ്രേഡിയൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഇതിനകത്ത് ഇല്ലുസ്ട്രേറ്ററിൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് അപ്പിയറൻസ് എന്ന് പറയും. നമുക്ക് വിൻഡോയ്ക്കകത്ത് അപ്പിയറൻസ് എന്ന് പറയുന്ന, അതായത് ഷിഫ്റ്റ് F6 ആണ് അതിൻ്റെ ഷോർട്ട് കീ. അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് ആയതുകൊണ്ടാണ് ടൈപ്പിനകത്ത് ക്യാരക്ടർ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇനി അത് ഷേപ്പ് ആണെങ്കിൽ ഷേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. നമുക്ക് ഇഷ്ടമുള്ള കളർ ഫില്ല് കൊടുക്കാവുന്നതാണ്. പാറ്റേൺസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ അപ്പിയറൻസ് വഴിയാണ് കൊടുക്കുന്നത്. അതിനകത്ത് ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നതിൻ്റെ താഴെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്ട്രോക്ക്, ഫിൽ, എഫക്ട്സ്. അതിനകത്ത് ഞാൻ ഇതിനകത്ത് ഫിൽ എടുക്കുകയാണ്. നമുക്ക് ഫില്ലിൻ്റെ അകത്ത് ഡിഫോൾട്ട് കളർ ബ്ലാക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടുന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ ഗ്രേഡിയൻറ്റ് എങ്ങനെ കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ഇനി നോർമലി കൊടുക്കുന്ന പോലെ തന്നെ ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രേഡിയൻറ്റിന് ഏത് കളറാണോ വേണ്ടത് ആ കളർ കൊടുക്കാവുന്നതാണ്. നമുക്കൊരു ബ്ലൂവിൻ്റെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ബ്ലൂവും ഗ്രീനും ഗ്രേഡിയൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ട്രോക്ക് ഒന്നുമില്ല. നമുക്ക് അത് ഇനി നോർമലി ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് ഗ്രേഡിയൻറ്റ് ഏത് രീതിക്കാണോ വരേണ്ടത് എന്നുള്ളത് നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ആംഗിൾ മാറ്റണമെങ്കിൽ ആംഗിൾ, എല്ലാം ലീനിയർ വേണേൽ ലീനിയർ, റേഡിയൽ വേണേൽ റേഡിയൽ, എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് സ്ട്രോക്ക്. നമുക്ക് സ്ട്രോക്ക് ഇവിടെ ഒന്നുമില്ല. ഞാൻ സ്ട്രോക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ഓറഞ്ച് സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓറഞ്ച് സ്ട്രോക്ക്. നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ട്രോക്ക് ഒരേ സമയം നമുക്ക് ഈ അപ്പിയറൻസ് വഴി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഒരു സ്ട്രോക്കും കൂടി ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ കളറ് വേറെ ഒരു കളർ കൊടുത്തു. ഇതിൻ്റെ വാല്യൂ രണ്ട് കളറും വന്നിട്ടുണ്ട്. നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ സ്ട്രോക്കുകൾ നമുക്ക് ഒരേ സമയം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സ്ട്രോക്ക് വേണ്ട എങ്കിൽ നമുക്ക് സ്ട്രോക്ക് ഏതാണോ വേണ്ടാത്തത് അത് നമുക്ക് ഡിലീറ്റ് ഓപ്ഷനിലേക്ക് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പം തന്നെ നമുക്ക് ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.